ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ഇന്ന് നല്ലൊരു അടിപൊളി കിടുക്കാച്ച് ടിപ്പുമായിട്ടാണ് വന്നത്. ഇതേ നമ്മുടെ കാർപ്പൂന്തലൊക്കെ ഒത്തിരി ദിവസമായി കേട്ടോ. ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കാണിക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ടിപ്പൊക്കെ ചെയ്യാം, നല്ലൊരു പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ദിവസമായില്ലേ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടു. അപ്പോഴും മുഖവും കൈയും കാലും ഒക്കെ മിനുക്കിക്കൊണ്ടിരുന്നാൽ മതിയോ, നമ്മുടെ കാർപ്പൂന്തലും കൂടെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരണ്ടേ. അപ്പോഴേ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോഴും ഞാനും ഇന്നൊന്ന് ചെയ്തു, അതൊന്ന് വീഡിയോ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ കേട്ടോ. അപ്പോഴും നമ്മുടെ കഞ്ഞിവെള്ളം ഒന്നും ആരും കളയേണ്ട, തലയിലും മുഖത്തും ഒക്കെ നമുക്ക് തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിപൊളി കിടുക്കാച്ചി പരിപാടിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോഴേ കഞ്ഞിവെള്ളം ഒന്നും കളയണ്ട, ഇത്തിരി വെള്ളമൊക്കെ മാറ്റി വയ്ക്കുക. അടിമട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അടിമട്ടം എന്ന് പറയുന്ന അടിയിലത്തെ ഉണ്ടല്ലോ, ഞാനതാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് അല്ലാതെ ആ മേളത്തെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ് മുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും. അപ്പോഴെല്ലാവരും ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നും ചെയ്തു. നമ്മൾ വേറെ പായ്ക്കുകളൊന്നും ഇടിയൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. എന്നും പറഞ്ഞ് ഞാൻ ചെയ്യാതൊന്നും ഇരിക്കത്തില്ല, ഞാനെന്നും പായ്ക്കൊക്കെ ഇടും കേട്ടോ. അഥവാ നമ്മൾ വൈകിട്ട് നമ്മൾ മറ്റേ പായ്ക്കൊക്കെ ഇടുന്നതെങ്കിൽ രാവിലെ നമുക്കിതൊക്കെ ചെയ്തൊന്ന് മുഖമൊക്കെ ഒന്ന് മിനുക്കി തിളക്കിയൊക്കെ വയ്ക്കാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഒത്തിരി ദിവസമായില്ലേ നമ്മുടെ കാർക്കൂന്തൽ അങ്ങോട്ട് വളർത്തിയിട്ട്, ഒത്തിരി ദിവസമായി. ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മുടെ കാർക്കൂന്തലിനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കണ്ടേ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ വളരുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും എല്ലാം പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയി തീരട്ടെ, നമ്മൾ അങ്ങോട്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നും നമുക്കൊരു അടിപൊളി ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നു. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനേ ഉലുവ പൊടിച്ചു കേട്ടോ. നമ്മൾ പാക്കറ്റ് വാങ്ങിക്കാതെ ഞാനിപ്പം ഉലുവ നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം കേട്ടോ. എന്നാലേ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് സുജാത ചേച്ചിയുടെ കൊച്ചുമോക്ക് അങ്ങോട്ട് കൊടുത്തു. അവളിത് അടിപൊളിയായിട്ട് എനിക്കത് പൊടിച്ചു തന്നു. ആ പൊടി ഇന്നലെ രാത്രിയിലെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ആ പൊടി കുറച്ച് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് നമുക്ക് ഇത് രാവിലെ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മുടിയിൽ. അടിപൊളി കിടുക്കാച്ചി ഒരു പായ്ക്കാണ് കേട്ടോ. ഉലുവായൊക്കെ നമുക്കറിയാമല്ലോ, ഉലുവായും കഞ്ഞിവെള്ളത്തിൻ്റെ ഇതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ കിടുവേ ചേച്ചിമാരെല്ലാം ഇങ്ങനെ മുടി വളർത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉലുവ നമുക്ക് മുഴുവനെ ആണെങ്കിലും നമുക്ക് പൊടിക്കാതാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ അതും ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് തലേന്ന് രാത്രിയിലെ ഇട്ടിട്ട് ഇത് നമുക്ക് രാവിലെ ഞെരടി വേണമെങ്കിൽ നമുക്കത് നമുക്ക് ആ വെള്ളം ഊറ്റി തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പം വേണ്ട, അത്ര ഇപ്പം കൊള്ളത്തില്ലല്ലോ. നമുക്ക് ബാക്കി ഉലുവ വേണമെങ്കിൽ നമുക്ക് അതൊരു പായ്ക്കായിട്ട് നമുക്ക് അരച്ച് വീണ്ടും ഇട്ട് കൊടുക്കാം. അതിൽ ഭേദമല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ചെയ്യാം, ഇതും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നലെ കുതിർത്ത് വെച്ചിരുന്നതാട്ടോ കഞ്ഞിവെള്ളത്തിനകത്ത്. ആ പൊടിയെടുത്ത് സെറ്റായി. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അടിപൊളി കിടുക്കാച്ചിയായിട്ടിരിക്കും. അപ്പോഴാ ചൂട് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഇന്നലത്തെ വെള്ളം, ഇന്നലെ നമ്മൾ ചോറ് വയ്ക്കത്തില്ല, അപ്പോഴതിൻ്റെ ഒരു കഞ്ഞിവെള്ളം ആറത്തില്ലേ, ആ വെള്ളം ഒഴിച്ച് വയ്ക്കണം കേട്ടോ. ക്ലിപ്പൊക്കെ ഇട്ട് നമ്മൾ മാട്ടൊക്കെ അടിച്ച് വെച്ചിരുന്നു. നേരത്തേൽ നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കുമ്പോൾ എനിക്ക് ഇത്രയും കറുപ്പില്ലായിരുന്നു മുടി കേട്ടോ. കറുപ്പ് നന്നായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് നമുക്ക് വെളുത്തും വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി അതിനെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ നമുക്കായി തുടങ്ങി. ഞാൻ നിങ്ങളെ പാത്ത് വെച്ചേക്കുകയാണ്. ചെറിയ വെള്ള നരകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ബായ്ക്കൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഉച്ചയൊക്കെ കുഞ്ഞുങ്ങൾ ചീകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ ഒക്കത്തില്ലല്ലോ. അവർ പറഞ്ഞു അമ്മയും ഫുള്ള് നരയായെന്ന്.
ഭയങ്കര സങ്കടം എനിക്ക് കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് കരയൊക്കെ ചെയ്യും. അതിനൊരു പറയും പിന്നെ വയസ്സായില്ല ഇനി എന്തിനാ കരയുന്നതെന്ന്. പിള്ളേർക്കറിയാവോ എൻ്റെ സങ്കടം. ഞാനെപ്പോഴും കൊച്ചാന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കും. ആഹാ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എന്താ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ കേട്ടോ കാച്ചി വെച്ചേക്കുന്ന. രാവിലെ ഞാൻ ഇച്ചിരി തൂത്തു വന്നാലും നമ്മൾ പാക്കിയിടുമ്പോൾ എപ്പോഴാണേലും കുറച്ചൊന്ന് തേക്കണം കേട്ടോ. രാവിലെ ഇപ്പം മുടിയൊക്കെ അങ്ങോട്ട് നമ്മൾ ചീകി കെട്ടിയൊക്കെ വയ്ക്കുമല്ലോ എല്ലാവരും അല്ലേ, വളർത്തണമെന്ന് ഉദ്ദേശമുള്ളവർ കേട്ടോ. എൻ്റെ പൊഴിയും ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ എന്തായാലും ഇതൊക്കെ അങ്ങ് ചെയ്യും കേട്ടോ. എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. കിളിക്കുന്നെങ്കിൽ കിളിർക്കട്ടെ, വലിയ ചിലവൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണല്ലോ നമ്മളിവിടെ തേച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അത്ര കൊള്ളത്തില്ലല്ലോ. മിക്കവാറും വല്ല എണ്ണ കമ്പനിക്കാർ എന്നെ പിടിച്ചുകൊണ്ട് പോകും. പിള്ളേരെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുടി വളർത്താൻ തുടങ്ങിയാലോ കേട്ടോ. നിങ്ങൾ വരുമോ എൻ്റെ കൂടെ? ഞാൻ മെനഞ്ഞാന്നൊരു ക്യൂടെക്സ് വാങ്ങിച്ചത് ഭയങ്കര കളറായിപ്പോയി കേട്ടോ. ഞാൻ തന്നെ എടുത്തതാണ്. പക്ഷേ കടയിൽ അപ്പോഴും പണി നടക്കുമായിരുന്നു. അവരുടെ കടയ്ക്കകത്തേ ബൾബെല്ലാം കത്തിപ്പോയി. അപ്പോൾ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ഞാനും ചെന്ന് ക്യൂടെക്സൊക്കെ വാരിയെടുത്തു. പക്ഷേ കളറ് ഇവിടെ വന്നപ്പം വേറെ കളറാണ്. ഞാൻ ഇത്രയും വലിയ കളറൊന്നും അടിക്കത്തില്ല. പിന്നെ എങ്ങും പോകാത്തത് കൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് രാവിലെ ഒന്ന് തേച്ച് നോക്കിയത്. ഭയങ്കര കളറ്. അവിടെ കിടക്കട്ടെ. അപ്പോഴും നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇട്ടുകോച്ചായിട്ട് കണ്ടോ. ഇത് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കണേ, നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോഴേ എൻ്റെ സാറേ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ തണുപ്പ് ഇത് ഇങ്ങനെ കുറേശ്ശെ നമുക്ക് ഒന്ന് മാറ്റി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ. മുടി ഇല്ലാത്തവർക്ക് അറിയാവിടെ അതിൻ്റെ സങ്കടം കേട്ടോ. മുടിയുള്ള നിങ്ങളൊന്നും ഞങ്ങളെ കളിയാക്കണ്ട. ഞങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ കാർക്കൂന്തലൊന്ന് വളർത്തിക്കോട്ടെ. ഈ കാർക്കൂന്തലൊക്കെ വളരാനാണെങ്കിലേ ഇച്ചിരി പാട് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മളെല്ലാം അങ്ങ് തേച്ച് കൊടുക്കുക. എന്തായാലും ഇതൊന്നും കെമിക്കലല്ല നമ്മൾ തേക്കുന്നതല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഒട്ടിലൊടുക്കും സാധനം വെച്ചാണ് നമ്മളിതൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോഴും മുടി വളരും. ചിലർക്കൊക്കെ പെട്ടെന്ന് മുടി വളരും കേട്ടോ. പെട്ടെന്ന് മുടി വളരും. എന്താണെന്നറിയത്തില്ല, ഈ ആണുങ്ങളുടെയൊക്കെ മുടി പെട്ടെന്നാണ് വളരുന്നത് കേട്ടോ. മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ വെട്ടിയാലേ ഒക്കത്തില്ല. ഇവിടുത്തെ മോൻ്റെയൊക്കെ പെട്ടെന്ന് കിളിച്ച് വരുന്നത് കേട്ടോ. അവരിങ്ങനെ വെട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മുടി വളരുമല്ലേ. നമ്മളിവിടെ കിടന്നു. ഞാൻ എന്നിട്ട് 2 പ്രാവശ്യം വെട്ടിയേ മുടിയുടെ തുമ്പ്. അതിൻ്റെ ബാക്കിയാണ് ഇത്. നിങ്ങളും ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും മുടിയുള്ളവരാണ്. ഞാൻ വീഡിയോയിൽ കാണുന്നവർക്കെല്ലാം നല്ല മുടി. എൻ്റെ രമ്യ കൊച്ചിനെ മാത്രമേ ഇച്ചിരി മുടി കുറവ് എൻ്റെ കൂട്ട്. പക്ഷെ ആൾ പറഞ്ഞ് നേരത്തെ ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു ചേച്ചിന്ന്. സാറേ ഇതെൻ്റെ കൊച്ചു നോക്കിക്കോട്ടോ. പരീക്ഷിച്ച് ചേച്ചിയുടെ പുറകെ വന്നു ഇതൊക്കെ. ആൾക്ക് പിന്നെ പനിയും ജലദോഷവും തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇച്ചിരി ഒരു കട്ട വന്നാൽ സാരം കേട്ടോ, അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഇങ്ങനെ കൂടുതലും തണുപ്പ് പിടിക്കാത്ത സംഭവങ്ങളൊക്കെ തേച്ചോ എൻ്റെ കൊച്ചു കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ മക്കളെ 3 പേരെയും പയറ്റണം, സുബിൻ ചേട്ടനെ പയറ്റണം, എല്ലാവരുടെയും കൂടെ പയറ്റി കഴിഞ്ഞ് എൻ്റെ കൊച്ചു എപ്പോഴാണ് ഈ പായ്ക്കൊക്കെ തേച്ചിരിക്കുന്നത്. അല്ല അറിയുന്നുണ്ടോ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത്. ചിലപ്പോൾ ഓഫീസിലായിരിക്കും ഈ സമയത്ത്. അന്നേരം അച്ചിന്ന് തുമ്മുമ്പോൾ ഓർത്താണ് ഇത് ഞാൻ പറയുവാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ പൊടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇച്ചിരി ഒരു കട്ട വന്നു. ഈ കഞ്ഞിവെള്ളം ഇനി ഇരിക്കും നമ്മുടെ മുഖത്ത് തേക്കണം. ഇന്ന് മൊത്തത്തിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കളിയാണ് ഇവിടെ കളിക്കുന്നത് കേട്ടോ. നമുക്കിത് ഫുള്ളേ അല്ലാതെ മുഴുവനെ ഇട്ട് നമുക്ക് അരച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും മുഖത്തൊക്കെ ഇടണമെങ്കിലേ നമുക്കിങ്ങനെ പൊടിച്ച് വെച്ചാൽ നല്ലതല്ലേ. അങ്ങനെ ഞാനിത് ഇങ്ങനെ പൊടിച്ചെടുത്താൽ നിങ്ങൾ നന്നായിട്ട് ഇത് ഉണക്കണം കേട്ടോ. ഉണക്കിയതിന് ശേഷം അങ്ങോട്ട് പൊടിച്ചെടുത്തോ. അടിപൊളിയായിരിക്കും, കിടുക്കാച്ചിയായി. എൻ്റെ തലയിലെ ഒരു ഭാരം മുടിയുടെ അല്ല കേട്ടോ, ഉലുവാപ്പായി കേട്ടതിൻ്റെ. നിങ്ങൾ വിചാരിക്കും മുടിയുടെ ഭാരമാണെന്ന്. അല്ല, മുടിക്ക് ഇത്രയും നീളമുണ്ട് കേട്ടോ. മുടിക്ക് ഇത്രയും നീളമുണ്ട്. ചുരുളമുടി ആയതുകൊണ്ട് എപ്പോഴും അങ്ങ് കയറിപ്പോവും. ഞാൻ ഇട്ട് പിടിച്ച് വലിച്ച് ഞാൻ ഒരു പരിവായി. ആരാവിടെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത്? ഞാനീ പായ്ക്കിടുന്നതൊക്കെ അടിച്ച് പറ്റി പൂച്ചക്കൊട്ടനായിട്ട് ഷീറ്റിൻ്റെ മേളിൽ. ചില സമയത്ത് ഇവനെ എന്നെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിക്കും കേട്ടോ. നമ്മളങ്ങോട്ട് കാർക്കൂന്തലിലോട്ടും മുടിയിലോട്ടും ഒക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ.
എല്ലാവരും ചെയ്ത് നോക്കണം. നന്നായിട്ട് മുടി കിളിക്കും കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ചെയ്തോളൂ. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തോണം കേട്ടോ. അടിപൊളിയായിട്ട് അങ്ങോട്ട് മുടി വളരട്ടെ. ഇതിൽ എണ്ണയുടെയൊക്കെ പരസ്യമുണ്ടല്ലോ, അതിനകത്ത് ആണുങ്ങളുടെയൊക്കെ മുടി നമ്മൾ കണ്ടിട്ടില്ലേ. നമ്മളിവിടെ കിടന്ന് എന്തെല്ലാം പാടുപെട്ട ഇതൊന്ന് കിളിർപ്പിക്കുന്നത്. പക്ഷെ അവർ കാണിക്കുന്നത് കണ്ടാലല്ലേ നമ്മളും കൂടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങും. പിള്ളേരെ കുന്തം വിഴുങ്ങും. ഇന്നലത്തെ എല്ലാവരും ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലത്തെ ഫ്രിഡ്ജിലുണ്ട്. മക്കളും വരട്ടെ കേട്ടോ. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുളിക്കാൻ പോലെ ഞാനിച്ചിരി വാരിപ്പൊത്തിയിട്ട് എന്തായാലും കുളിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളത് ഇച്ചിരി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഓളവും തീരവും മോള് ചോദിച്ചായിരുന്നു ചേച്ചി പിന്നെ വെള്ളത്തിനകത്ത് അങ്ങനെ അരച്ചെടുക്കണ്ട കേട്ടോ. റോസ് വാട്ടറിനകത്ത് വെള്ളം പന്നലായി നമുക്ക് വെച്ചേക്കാനും ഒക്കത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാം, പക്ഷേ എന്താ അതിനൊരു പ്രയോജനമില്ലടാ വെള്ളത്തിനകത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ റോസ് വാട്ടറിനകത്ത് നന്നായിട്ട് അരച്ചെടുത്തോ കേട്ടോ. നമ്മുടെ കൊച്ചുങ്ങൾ സ്നേഹപൂർവ്വം ചോദിച്ചോട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് സന്തോഷമായിട്ട് അതിന് മറുപടിയൊക്കെ തരും കേട്ടോ. പിന്നെ എന്താ ചിലർക്ക് ചിലപ്പോൾ അപ്പോഴപ്പോഴും ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒന്നും എന്തെങ്കിലും അത്യാവശ്യ കേസാണെങ്കിൽ മാത്രം റിപ്ലൈ ചിലപ്പോൾ എല്ലാവരുടെയും വീഡിയോ കാണും കേട്ടോ. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വീഡിയോ കാണും. പക്ഷേ ഞാനങ്ങോട്ട് എൻ്റെ കമൻറ്റിനങ്ങോട്ട് എനിക്ക് വരുന്ന കമൻറ്റ് ചിലപ്പോൾ നമ്മൾ ഒരു ഹാർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് വെച്ച് താമസിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അതങ്ങ് മറന്നു പോകും എല്ലാവരുടെയും വീഡിയോ കാണുന്നത് കൊണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും അന്നുള്ള വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത് എന്താ സുഖം, നല്ല വെയിറ്റുമായി മുടിക്കുക. അപ്പോഴൊരു 20 മിനിറ്റ് ഞാൻ കുറച്ച് സ്പൂണേ എടുത്തോളൂ കേട്ടോ. നമുക്ക് അറിയത്തില്ല ഇത് എന്ന് വെച്ചാലേ ഇത് പൊടിയും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ഏറി വരും കേട്ടോ. അപ്പോഴത്തെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഇതിലെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഇതിൽ പൊടിയുടെ നമുക്ക് ആ അളവ് ഞാൻ വേണ്ട, എനിക്ക് മൊത്തത്തിൽ ആയി കിട്ടി കേട്ടോ. ഒത്തിരി അങ്ങ് എടുത്ത് നമ്മൾ പാഴാക്കി കളയണ്ട. നമ്മുടെ എലിവാല് കണ്ടോ, എലിവാലിന് നീളം ഉണ്ടോ, പക്ഷേ ഇങ്ങനെ വലിച്ച് നീട്ടിയാൽ നീളമുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങോട്ട് പറത്തി അടിക്കുന്നത് ഇതങ്ങോട്ട് കെട്ടി വയ്ക്കാം കേട്ടോ. ഇനി ഇപ്പോഴേ ഞാൻ വെട്ടുന്നില്ല, ഇച്ചിരി ഒന്ന് കിളർക്കട്ടെ എന്നിട്ടേ ഞാൻ വെട്ടുന്നുള്ളൂ. അപ്പോഴത്തേ നമ്മുടെ പായ്ക്കൊക്കെ സെറ്റ് ഇവിടെ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി മുഖത്ത് കഞ്ഞിവെള്ളം കൂടെ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് നിൽക്കുക. ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ തേച്ചിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ. കൊഴുപ്പ്, ഇതിനൊരു സംഭവമുണ്ട് കൊഴുപ്പ്. നമ്മുടെ ഈ ഉലുവായ്ക്ക് കൊഴുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ തണുപ്പും നല്ല സൂപ്പർ തണുപ്പ് കേട്ടോ. ഉലുവയ്ക്ക് പറയാൻ വേണ്ട, ഉലുവ തണുപ്പല്ലേ. അപ്പോഴതേ നമുക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ മുഖത്ത് പുരട്ടിയിട്ട് കുളിക്കാൻ പോകാം കേട്ടോ. ഞാൻ കൈ കഴുകി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം അങ്ങ് തേക്കുന്നത് കേട്ടോ. വേറൊന്നും നമ്മൾ മുഖത്ത് ഇട്ടില്ല ഞാൻ രാവിലെ. വെറുതെ വെള്ളം കേട്ടോ, വെള്ളം മാത്രമേ ഉള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞാൻ കഞ്ഞിവെള്ളം മാത്രം ഇങ്ങനെ നമുക്ക് കഞ്ഞിവെള്ളം കളയരുത് കേട്ടോ. നമുക്ക് മുഖത്ത് എന്നും തേക്കാം കേട്ടോ. നമ്മൾ പായ്ക്കൊക്കെ വൈകിട്ടൊക്കെ ഇടുന്നവരാണെങ്കിൽ രാവിലെ ഈ കഞ്ഞിവെള്ളം ഇത്തിരി മുഖത്തങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് മസാജൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ചെയ്യുമ്പോൾ കേട്ടോ. വൈകുന്നേരം നമ്മൾ മറ്റേ മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നമുക്ക് മസാജ് ചെയ്ത് അങ്ങോട്ട് ഇച്ചിരി നേരം 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടയ്ക്കാം കേട്ടോ. മുഖത്തും കഴുത്തും എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. എന്നും ഇങ്ങനെ അങ്ങോട്ട് ചെയ്തേ നല്ലതാണ് കഞ്ഞിവെള്ളം കേട്ടോ. ഇവിടെ എല്ലാവരും ചെയ്ത് നോക്കണം. ചിലർ വെറുതെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നതെന്ന് കേട്ടോ. വെറുതെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുമ്പോഴല്ലേ നിങ്ങളിലേക്കും അത് എത്തിക്കുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ നമ്മളൊന്നും പറയത്തില്ല. ഇതങ്ങനെ ഇരുന്നങ്ങ് നമ്മുടെ ആ സ്കിന്നുമായിട്ടങ്ങ് പിടിച്ചോളും കേട്ടോ.
എനിക്ക് കൂട്ടിന് ഒത്തിരി കരിയിലക്കിളിയുണ്ട് കേട്ടോ. ഒത്തിരി വേണോ അടി നിനക്ക്? കഞ്ഞിവെള്ളം വേണോ? വാ സുന്ദരി ആക്കാൻ ഞാൻ. നീന്തലയും കൊണ്ട് അവൾ പോയി കേട്ടോ. അല്ലെങ്കിൽ അവളിന്ന് മ്യാവ് 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 എന്ന് പറയുന്നതാണ്. അവളങ്ങ് പോയി നീന്തല എന്നിട്ട്. അപ്പം ഇവളുമാരുണ്ട് എനിക്ക് കൂട്ടൻ. അപ്പോഴൊത്തിരി നേരം ആയില്ല മതി. അപ്പം ഇനി ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് കഴുകി കേട്ടോ, തലയൊക്കെ കഴുകി കുളിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പം നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം. ഇനിയിപ്പോൾ എന്താ, മുടിയൊക്കെ കഴിയുന്ന ഒരു ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. മുടിയൊക്കെ കഴിയുന്നതിന് എന്താ Oh,